ദജ്ജാൽ എല്ലാ ദിവസവും നമ്മൾ നമസ്കാരത്തിൽ അവന്റെ ഫിത്നയിൽ നിന്ന് ദുആ ചെയ്യലുണ്ട്, കാവൽ തേടുന്നുണ്ട്. അവസാന നാളാവുമ്പോ ജുറുഫ് മല എന്നാണ് ഈ പർവ്വതത്തിന്റെ പേര്. എന്താണ്? ജുറുഫ് മല. ഈ ജുറുഫ് മലയിൽ ദജ്ജാൽ വന്ന് ഇറങ്ങും. ആ ദജ്ജാൽ വന്നിട്ട് അവിടുന്ന് നോക്കുമ്പോ പരിശുദ്ധമായ മസ്ജിദ് നബവി കാണാം. അപ്പൊ ദജ്ജാൽ ചോദിക്കും, ഈ വെള്ളക്കൊട്ടാരം, അതൊക്കെ മദീന, ഈ വെള്ളക്കൊട്ടാരം ആരുതാണ്? അപ്പോഴാണ് ഹബീബായ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൊട്ടാരമാണ് എന്ന് പറയുമ്പോൾ അവൻ അവിടുന്ന് ഓടും. ഈസാ നബി അലൈഹിസ്സലാം, അതായത് മക്കയുടെ അതിർത്തി നിന്നൊക്കെ ഒരുപാട് ദൂരെയാണ്, അതിർത്തിയിലേക്ക് കടക്കാൻ അവനിക്ക് പറ്റൂല. കാരണം എല്ലാ പർവ്വതങ്ങളിലും മലക്കുകൾ സജ്ജമായിരിക്കുകയാണ് അവനെ തടുക്കാനായി. അപ്പൊ അവൻ അവിടുന്ന് ഓടും. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവനെ കൊല്ലാനായി അവന്റെ പിറകെ ഓടും. അങ്ങനെ അവസാനം ഓടി 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 രണ്ടുപേരും ഓട്ടമാണ്. ഓടി ദജ്ജാല് ഇസ്രയേലിലെ ദുബ് എന്ന് പറയപ്പെടുന്ന എയർപോർട്ടിലെത്തും. അവിടെ ഇപ്പോഴും ഇസ്രായേലികൾ ജൂതന്മാർ എഴുതി വെച്ചിരുന്ന ഹാദാ മഖ്തലു ദജ്ജാൽ, ഇവിടെയാണ് ദജ്ജാൽ കൊല ചെയ്യപ്പെടുന്ന സ്ഥലം എന്ന് ഇപ്പൊ ഇസ്രായേൽ എഴുതി വെച്ചിട്ടുണ്ട്. അവർക്കറിയാതെ, ശരിക്കും നമ്മളെക്കാളും അറിവുള്ളവരാണവർ. അവിടെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ഉണ്ട്, അവര് പഠിക്കുകയാണ്. അവര് പഠിച്ച് ശരിക്കും ഒരു ആലിമിന്റെ വേഷത്തിൽ ഗവേഷകന്മാരായി, ശാസ്ത്രന്മാരായിട്ട്, അത് മുസ്ലിം ആവൂല, മുസ്ലിമിന്റെ വേഷത്തിൽ തന്നെ അവര് നിന്ന് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ മൊസാദിന്റെ പണിയെടുക്കും. മനസ്സിലായോ? എല്ലാ രാജ്യത്തുണ്ട്, ഇവിടെയുണ്ട്. ദുബൈയിലെ ഒരു പ്രദേശം മുഴുവൻ അവരുടെ കയ്യിലാണ്. അങ്ങോട്ട് ദുബൈയുടെ പട്ടാളത്തിന് കയറാൻ കഴിയില്ല. അത് അവരുടെ നിയമം അവരവിടെ പാസ്സാക്കും. എന്താണ് അറബ് രാജ്യത്ത് നടക്കുന്നത്? അവർക്ക് കൊട്ടാരം ഒരുക്കിയിരിക്കുകയാണ്. ഇപ്പൊ ക്ലോക്ക് ടവർ ഇല്ലേ, ക്ലോക്ക് ടവറിൽ എനിക്കോ നിങ്ങൾക്കോ താമസിക്കണമെങ്കിൽ ഇസ്രയേലിലേക്ക് അതിന്റെ സന്ദേശം എത്താതെ നമുക്ക് ബുക്കിംഗ് കിട്ടത്തില്ല. മനസ്സിലായ? അതാണ്. ആ നിലക്ക് ശക്തി ആർജിച്ചു. ഇന്ന് ഇന്ത്യ രാജ്യത്ത് നടക്കുന്നത് പോലെ, ഇന്ത്യ രാജ്യത്ത് എല്ലാ തസ്തിയിൽ 100 കൊല്ലമായി അവർ അവരുടെ കൈപ്പിടിയിൽ ഒതുക്കാനായി, ഇന്ത്യ രാജ്യത്തെ കൈപ്പിടിയിൽ ഒതുക്കാനുള്ള എല്ലാ ശ്രമം. ഇപ്പോ ഭരണ കേന്ദ്രങ്ങൾ, ലെജിസ്ലേറ്റീവ് എന്നിവയുടെ എല്ലാ വകുപ്പുകളും അവരുടെ കൈകളിലായി. അതുകൊണ്ട് എന്തായി? കള്ള വോട്ടുണ്ടാക്കാൻ, ഏത് തരത്തിലും അധികാരത്തിലെത്താനുള്ള എല്ലാ ശ്രമവും ആയി. മനസ്സിലായില്ലേ? അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പക്ഷെ നമുക്ക് ഏതാ വലുത്? ആരാണ്? അല്ലാഹ്. നമ്മളുടെ ഈമാൻ. മനസ്സിലായോ? ആ ഈമാന്റെ ബലത്തിൽ ഇൻഷാ അല്ലാഹ് ഒരു മുഅ്മിനെ ഇവിടുന്ന് തുടച്ചു മാറ്റാൻ കഴിയില്ല. മനസ്സിലായില്ലേ? ഇവരെക്കാളും വലിയ അക്രമികളായ ഭരണാധികാരികളായ അമേരിക്കൻ പട്ടാളത്തെ ഇവിടുന്ന് ഓട്ടിച്ചവരാണ് ഈ മുഅ്മിനീങ്ങൾ. മനസ്സിലായില്ലേ? ബ്രിട്ടീഷ് പട്ടാളക്കാർ